നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ എപ്പോഴും ചൂടേറിയ ചർച്ചാ വിഷയമാണല്ലോ. അതിലേറ്റവും സങ്കീർണവും എന്നാൽ അത്രത്തോളം ആവേശകരവുമായ ഒന്നാണ് ഗുജറാത്തിലെ കച്ച് തീരത്തുള്ള 96 കിലോമീറ്റർ സർക്രീക്ക് പ്രദേശം. ഒരു ജലപാത എന്നതിലുപരി ഭാരതത്തിന്റെ സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാണിത്. ചതുപ്പും ചെളിയും ഇടയ്ക്കിടെ മാറി ഒഴുകുന്ന വേലിയേറ്റങ്ങളും കാരണം ഈ പ്രദേശം ശത്രുക്കളുടെ വിഹാര കേന്ദ്രമായിരുന്നു. എപ്പോഴാണ് പാക് ബോട്ടുകൾ അതിർത്തി ലംഘിച്ചു വരിക, എപ്പോഴാണ് കടൽമാർഗം അവർ നുഴഞ്ഞു കയറുക, ഈ ആശങ്കകളാണ് വർഷങ്ങളായി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. എന്നാൽ കാലം മാറി, ഇപ്പോൾ ഭാരതത്തിന്റെ കരുത്തും മാറി. ഇന്ന് സർക്രീക്കിൽ നടക്കുന്ന കാര്യങ്ങൾ പാകിസ്ഥാന്റെ നെഞ്ചിൽ തീ കോരിയിടുന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലൂടെ നമ്മുടെ സൈന്യം ഈ മേഖലയിൽ പിടിമുറുക്കുകയായിരുന്നു. ഇപ്പോൾ അതിന് പുതിയൊരു മുഖം കൂടി കൈവന്നിരിക്കുന്നു. സർക്രീക്കിലെ ആ ചതുപ്പുകളിൽ പാക് നുഴഞ്ഞുകയറ്റക്കാരെ ഇഞ്ചിഞ്ചായി തകർക്കാൻ നമ്മുടെ തദ്ദേശീയമായ ആംഫിബിയസ് യുദ്ധ ബോട്ടുകൾ എത്തുകയാണ്. ഈ വാർത്ത പുറത്തു വന്നതോടെ പാകിസ്ഥാന്റെ പ്ലാനുകൾ തകിടം മറിഞ്ഞു എന്ന് വേണം പറയാൻ. ഇതൊരു സാധാരണ ബോട്ട് വാങ്ങൽ കരാർ മാത്രമല്ല, ഇത് ഭാരതത്തിന്റെ പ്രതിരോധ നയത്തിലെ ഏറ്റവും ശക്തമായ ചുവടുവയ്പ് കൂടിയാണ്. പ്രതിരോധ മന്ത്രാലയം ഇതിനകം തന്നെ ഇതിനായുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി കഴിഞ്ഞു. കരാർ നൽകി 24 മാസത്തിനുള്ളിൽ ഈ ബോട്ടുകൾ നമ്മുടെ തീരങ്ങളിൽ അലയടിക്കും. ഹൈഡ്രോളിക് സംവിധാനങ്ങളുടെ കാര്യത്തിൽ വെള്ളത്തിലും കരയിലും ഒരേപോലെ പായാൻ കഴിവുള്ള ഈ യന്ത്രങ്ങൾ ശത്രുവിന്റെ ഒളിത്താവളങ്ങളെ തേടിപ്പിടിക്കും. BSFന്റെ അതിശക്തമായ കമാൻഡോ വിഭാഗമായ ക്രീക്ക് ക്രോക്കോഡൈൽസ് ആണ് ഈ ബോട്ടുകളിൽ കയറി സർക്രീക്കിന്റെ ഓരോ ഇഞ്ചും പരിശോധന നടത്തുന്നത്. ഇനി ചെളിയിൽ പുതഞ്ഞു പോകുന്ന അവസ്ഥ നമ്മുടെ സൈനികർക്ക് ഉണ്ടാകില്ല, അത് ശത്രുക്കൾക്ക് മാത്രമായിരിക്കും. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മിച്ച ബോട്ടുകൾ സർക്രീക്കിൽ പട്രോളിംഗ് നടത്തുമ്പോൾ ആ ചിത്രം ഒന്ന് ആലോചിച്ചു നോക്കൂ. അഭിമാനം കൊണ്ട് നെഞ്ചു നിറയുന്ന ഒരു കാഴ്ചയാണിത്. സർക്രീക്കിന്റെ ഭൂമിശാസ്ത്രം അത്ര എളുപ്പമുള്ളതല്ല. മരുഭൂമിയും കടലും ഒന്നുചേരുന്ന ഈ പ്രദേശം ഒരു വലിയ ശല്യമായിരുന്നു. എന്നാൽ ആ ശല്യത്തെ ഇന്ത്യ ഒരു അവസരമാക്കി മാറ്റുകയാണ്. പാകിസ്ഥാൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ മേഖലയിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞതോടെയാണ് ഇന്ത്യ ഇതിനെ ഗൗരവമായി കണ്ടത്. അവർ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതിനൊക്കെ മുകളിൽ ഒരു മറുപടി നമ്മുടെ കയ്യിലുണ്ട്. സർക്രീക്കിൽ ഇനി പാക് ബോട്ടുകൾക്ക് സ്ഥാനമില്ല. ആ ചതുപ്പിൽ ഇനി ഇന്ത്യയുടെ പതാക ഉയരും. നമ്മൾ ഉറങ്ങുമ്പോഴും അതിർത്തിയിൽ നമ്മുടെ ജവാന്മാർ കാവൽ നിൽക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ ബോട്ടുകൾ മാറും. അപ്പോൾ ഈ വലിയൊരു നീക്കത്തിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് വിശദമായൊന്ന് പരിശോധിച്ചു നോക്കാം. എന്താണ് ഈ സർക്രീക്കിന്റെ പ്രത്യേകത? മാപ്പിൽ നോക്കിയാൽ വെറും നീലവരയായി തോന്നുമെങ്കിലും ഇത് മരുഭൂമിയുടെയും കടലിന്റെയും ഒരു അപൂർവ സംഗമമാണ്. കച്ച് ഉൾക്കടലിലെ ഈ 96 കിലോമീറ്റർ ഭാഗം അങ്ങേയറ്റം ദുർഘടമാണ്. വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ഇവിടം വലിയ കടൽ പോലെയായിരിക്കും. എന്നാൽ വേലിയിറക്കം ഉണ്ടാകുമ്പോൾ അങ്ങേയറ്റം ചെളി നിറഞ്ഞ വലിയൊരു ചതുപ്പ് നിലമായി ഇത് മാറും. സാധാരണ ബോട്ടുകൾക്ക് ഇവിടെ സഞ്ചരിക്കുക എന്നത് അസാധ്യമാണ്. അല്പം അശ്രദ്ധ കാണിച്ചാൽ ബോട്ട് ചെളിയിൽ പുതഞ്ഞു പോകും. പാകിസ്ഥാൻ കാലങ്ങളായി ഇത് മുതലെടുക്കുകയായിരുന്നു. അവരുടെ ചെറിയ ബോട്ടുകൾക്ക് ഈ ചതുപ്പിലെ വഴി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പത്തിൽ നുഴഞ്ഞു കയറാനും തിരിച്ചു പോകാനും സാധിച്ചിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. നമ്മുടെ വലിയ യുദ്ധക്കപ്പലുകൾക്ക് ഈ ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് കടക്കാൻ കഴിയില്ല. ചെറിയ പെട്രോളിംഗ് ബോട്ടുകൾക്ക് ചതുപ്പിന്റെ മുകളിൽ കൂടി പോകാൻ പരിമിതിയുമുണ്ട്. ഇതാണ് പാകിസ്ഥാൻ അഹങ്കരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ഈ ദുർഘടമായ ഭൂപ്രകൃതിയെ ജയിക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ സ്വന്തമാക്കുന്നത്. സർക്രീക്കിന്റെ ഈ ചതുപ്പ് ഇനി പാകിസ്ഥാന്റെ ശവപ്പറമ്പാകാൻ പോവുകയാണ്. ഇവിടെ കാവൽ നിൽക്കുന്ന സൈനികരുടെ മനക്കരുത്ത് എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കഠിനമായ ചൂടും ഉപ്പുവെള്ളത്തിന്റെ രൂക്ഷതയും സഹിച്ചാണ് അവർ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ള ജവാന്മാർക്ക് ഇനിയും കൂടുതൽ കരുത്ത് നൽകേണ്ടതുണ്ടായിരുന്നു. അത് ഈ ആംഫിബിയസ് ബോട്ടുകളിലൂടെ സാധ്യമാകുന്നു. ശത്രുവിന് അപ്രാപ്യമായ സ്ഥലങ്ങൾ ഇനി നമുക്ക് ആസ്ഥാനങ്ങളാകും. BSFന്റെ അഭിമാനമാണ് ക്രീക്ക് ക്രോക്കോഡൈൽസ്. സർക്രീക്കിലെ കഠിനമായ സാഹചര്യത്തിൽ സർവവും സഹിച്ച് കാവൽ നിൽക്കുന്ന ഈ കമാൻഡോ വിഭാഗത്തിന് ഈ പേര് കിട്ടിയതിൽ അർത്ഥമുണ്ട്. മുതലകളെ പോലെ ചെളിയിൽ ഒളിച്ചിരുന്ന് ശത്രുവിനെ ആക്രമിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവരുടെ പരിശീലനത്തെക്കുറിച്ച് കേട്ടാൽ തന്നെ നമ്മൾ അമ്പരക്കും. ദിവസങ്ങളോളം ചെളിയിൽ കിടന്ന് ഒരക്ഷരം പോലും മിണ്ടാതെ ശത്രുവിന്റെ ഓരോ നീക്കവും ഇവർ നിരീക്ഷിക്കും. ഇവർക്ക് തുണയായി ഒരു പുതിയ ആയുധം എത്തുകയാണ്. ഇത്രയും കാലം ചെറിയ ബോട്ടുകളിലും ചിലപ്പോൾ കാൽനടയായും ഇവർക്ക് പെട്രോളിംഗ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അത് വളരെ റിസ്ക് ഉള്ള കാര്യമായിരുന്നു. ഇനി ആ സാഹചര്യം മാറുകയാണ്. പുതിയ ആംഫിബിയസ് ബോട്ടുകൾ എത്തുന്നതോടെ ക്രീക്ക് ക്രോക്കോഡൈൽസിന് ഒരു യുദ്ധ ടാങ്ക് തന്നെ ജലത്തിൽ ലഭിക്കുന്നതിന് തുല്യമാകും. ഈ ബോട്ടുകളിൽ ആയുധങ്ങൾ ഘടിപ്പിക്കാം, ക്യാമറകൾ വയ്ക്കാം, അതിവേഗത്തിൽ സഞ്ചരിക്കാം. പാകിസ്ഥാന്റെ ബോട്ടുകളെ കണ്ടാൽ നിമിഷ നേരം കൊണ്ട് അവരെ തടയാൻ ഇവർക്ക് സാധിക്കും. നമ്മുടെ സൈനികരുടെ മനോവീര്യം എത്രത്തോളമാണെന്ന് ലോകം അറിയാൻ പോവുകയാണ്. ക്രീക്ക് ക്രോക്കഡൈൽസിന്റെ ഓരോ നീക്കവും ഇനി കൂടുതൽ വേഗത്തിലാകും. ഇന്ത്യയുടെ കണ്ണ് വെട്ടിക്കാൻ നോക്കുന്നവർ ഇനി ചെളിയിൽ പുതഞ്ഞു തന്നെ ഇല്ലാതാകും. ഇവരുടെ പോരാട്ട വീര്യം ഭാരതത്തിന്റെ സുരക്ഷയുടെ ഏറ്റവും വലിയ ഉറപ്പാണ്.
ഇന്ത്യൻ സുരക്ഷാ സേനയുടെ ചരിത്രത്തിലെ സുപ്രധാന അധ്യായമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇതിനുശേഷമാണ് സർക്രീക്കിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഉപഗ്രഹങ്ങൾ, റഡാറുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് ആകാശത്തു നിന്നും കടലിനടിയിൽ നിന്നും ഇന്ത്യ പാകിസ്ഥാനെ നിരീക്ഷിക്കാൻ തുടങ്ങി. പാകിസ്ഥാൻ എത്ര ചെറിയ നീക്കം നടത്തിയാലും അത് ദില്ലിയിലെ നമ്മുടെ കൺട്രോൾ റൂമിലെത്തും. ഇതൊക്കെ കണ്ടിട്ടും പാകിസ്ഥാൻ വിട്ടുനിൽക്കാൻ തയ്യാറായില്ല. അവർ ചതുപ്പുകളിൽ പുതിയ ബങ്കറുകളും ചെറിയ ടവറുകളും നിർമ്മിക്കാൻ തുടങ്ങി. ഇന്ത്യ ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു നിരീക്ഷണ പദ്ധതിയായിരുന്നില്ല, ശത്രുവിനെ അടിച്ചമർത്താനുള്ള ഒരു നീക്കമായിരുന്നു. ഈ ബോട്ടുകൾ വാങ്ങാനുള്ള തീരുമാനവും ഈ ഓപ്പറേഷന്റെ തുടർച്ചയാണ്. നിരീക്ഷണം മാത്രമല്ല, തിരിച്ചടിക്കാനുള്ള ശേഷിയും ഇന്ത്യ വർദ്ധിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വഴി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർക്രീക്കിൽ ഏതെല്ലാം ഭാഗത്താണ് ബോട്ടുകൾ ആവശ്യമെന്ന് സൈന്യം തീരുമാനിച്ചത്. പാകിസ്ഥാൻ വിചാരിക്കുന്നത് അവർക്ക് അവിടെ എന്ത് ആക്രമണവും കാണിക്കാമെന്നാണ്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അവരുടെ എല്ലാ കള്ളക്കളികളും ഇന്ത്യ തുറന്നു കാട്ടി കഴിഞ്ഞിരുന്നു. ഇനി അവർക്ക് ഒരു ഒളിച്ചുകളിക്ക് പോലും അവസരം കിട്ടില്ല. ഈ പുതിയ ബോട്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇവ വെറും ബോട്ടുകളല്ല, ഹൈഡ്രോളിക് സംവിധാനമുള്ള യന്ത്രങ്ങളാണ്. വെള്ളത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇതൊരു ബോട്ട് പോലെ തോന്നിക്കും. പെട്ടെന്നൊരു ചതുപ്പിലേക്ക് കയറണമെങ്കിൽ ഇതിലെ ഹൈഡ്രോളിക് ട്രാക്കുകൾ താഴേക്ക് വരും. പിന്നെ ഇതൊരു ടാങ്ക് പോലെ കരയിലൂടെയും ചതുപ്പിലൂടെയും കുതിക്കും. ഇതാണ് പാകിസ്ഥാൻ ഭയക്കുന്നത്. അവർ കരുതിയത് ചതുപ്പിൽ ഇന്ത്യക്ക് വരാൻ കഴിയില്ല എന്നാണ്. എന്നാൽ നമ്മുടെ പുതിയ ബോട്ടുകൾ ആ ചതുപ്പിലൂടെ അനായാസം പാഞ്ഞെടുക്കും. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾക്ക് ഇരുട്ടിലും ശത്രുവിനെ കണ്ടെത്താൻ കഴിയും. ഇതിൽ വലിയ ആയുധങ്ങൾ ഘടിപ്പിക്കാനുള്ള സൗകര്യവുമുണ്ട്. പാക് ബോട്ടുകൾ വരികയാണെങ്കിൽ ഒരൊറ്റ വെടിക്ക് അവരെ മുക്കാൻ ഇതിന് സാധിക്കും. 24 മാസത്തിനുള്ളിൽ ഇവ നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാകും. മണ്ണിലും ചെളിയിലും സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ബോട്ടുകൾ നമ്മുടെ സൈനികരുടെ ജീവൻ രക്ഷിക്കാനും സഹായിക്കും. പണ്ട് ചെളിയിൽ നടന്നു പോകുമ്പോൾ ശത്രുക്കൾ ആക്രമിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇനി സുരക്ഷിതമായ ഒരു കവചത്തിനുള്ളിൽ ഇരുന്ന് നമ്മുടെ ജവാന്മാർക്ക് ശത്രുവിനെ വേട്ടയാടാം. ഇതാണ് സാങ്കേതിക വിദ്യയുടെ കരുത്ത് എന്ന് പറയുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. പണ്ട് നമ്മൾ ചെറിയ ആയുധങ്ങൾക്ക് പോലും പുറം രാജ്യങ്ങളെ ആശ്രയിക്കുമായിരുന്നു. എന്നാൽ ഇന്ത്യ സ്വന്തമായി വിമാനവാഹിനി കപ്പലുകളും അന്തർവാഹിനികളും മിസൈലുകളും നിർമ്മിക്കുന്നു. ഈ ആംബിബിയസ് ബോട്ടുകൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നു എന്നത് നമ്മുടെ എഞ്ചിനീയർമാരുടെ കഴിവ് വിളിച്ചോതുന്നു. നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള ആയുധങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മിക്കുമ്പോൾ അത് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. പാകിസ്ഥാൻ വിചാരിക്കും നമ്മൾ ബോട്ടുകൾ വാങ്ങുമ്പോൾ അത് മറ്റൊരു രാജ്യത്തിൽ നിന്ന് വാങ്ങുമെന്ന്. എന്നാൽ അത് നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മിച്ചതാണെന്നറിയുമ്പോൾ അവരുടെ ഭയം കൂടും. ആത്മനിർഭർ ഭാരത് എന്നത് വെറും മുദ്രാവാക്യം മാത്രമല്ല, അത് നമ്മുടെ സൈന്യത്തിന്റെ കരുത്തുകൂടിയാണ്. തദ്ദേശീയമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അറ്റകുറ്റപ്പണികൾ എളുപ്പമാക്കാം, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ ബോട്ടുകളെ മാറ്റിയെടുക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നമുക്ക് സാധിക്കും. ഇത് ഇന്ത്യൻ പ്രതിരോധത്തിന്റെ നട്ടെല്ല് കൂടിയാണ്. സർക്രീക്ക് വഴി പാകിസ്ഥാൻ ചെയ്യുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. മയക്കുമരുന്ന് കടത്തും ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റവും. കടലിന്റെ നടുവിലൂടെ മയക്കുമരുന്ന് കടത്തി ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നത് പാകിസ്ഥാന്റെ പഴയ ഒരു തന്ത്രമാണ്. അവർ വിചാരിക്കുന്നത് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ തീരദേശ സേനയും BSFും ഇത് തടയുന്നുമുണ്ട്. അതുപോലെ തന്നെ ഭീകരവാദികളെ മുംബൈ പോലുള്ള വലിയ നഗരങ്ങളിലേക്ക് അയക്കാൻ ഈ വഴികൾ അവർ ഉപയോഗിക്കുന്നു. 2008 മുംബൈ ഭീകരാക്രമണം ഓർമ്മയില്ലേ? ആ ഒരു ദുരന്തം വീണ്ടും സംഭവിക്കരുത് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ത്യ സർക്രീക്കിൽ ഇത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പാകിസ്ഥാൻ ഈ ചതുപ്പിൽ ചെറിയ താവളങ്ങൾ നിർമ്മിച്ച് നമ്മുടെ സൈന്യത്തെ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പുതിയ ബോട്ടുകൾ എത്തുന്നതോടെ അവരുടെ എല്ലാ പദ്ധതികളും തകരും. ഈ സർക്രീക്ക് തർക്കം വർഷങ്ങളായി തുടരുന്നതാണ്. 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ മുതൽ ഇതിന്മേൽ തർക്കങ്ങളുണ്ട്. തൽവെക് തത്വം അനുസരിച്ച് നദിയുടെ ഏറ്റവും ആഴമുള്ള ഭാഗം അതിർത്തിയായി കണക്കാക്കണമെന്നാണ് ഇന്ത്യയുടെ വാദം. എന്നാൽ പാകിസ്ഥാൻ അവരുടെ ഇഷ്ടാനുസരണം മാപ്പ് വരയ്ക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അവിടെ നമ്മുടെ സൈന്യം കാവൽ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ സത്യം. നിയമപരമായി നമ്മൾ പോരാടുന്നുണ്ടെങ്കിലും അതിർത്തിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല. നമ്മൾ നിയമങ്ങൾ മാനിക്കുന്ന രാജ്യമാണ്. പക്ഷേ നമ്മുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ നിലപാട് വ്യക്തമാണ്. ഈ 96 കിലോമീറ്റർ നീളമുള്ള പ്രദേശത്ത് ഒരു ഇഞ്ച് പോലും വിട്ടു നൽകാൻ നമ്മൾ തയ്യാറല്ല എന്നതാണ് സത്യം. നമ്മുടെ ബോട്ടുകൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് തന്നെ ആ അതിർത്തി ഇന്ത്യയുടേതാണ് എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ തീരദേശ സുരക്ഷയിൽ വലിയൊരു മാറ്റം വരുത്തി. സർക്രീക്കിന്റെ സുരക്ഷ എന്നത് വെറും ഒരു അതിർത്തി സുരക്ഷ മാത്രമല്ല, അത് ഭാരതത്തിന്റെ എല്ലാ നഗരങ്ങളുടെയും സുരക്ഷ കൂടിയാണ്. സർക്രീക്കിൽ നമ്മൾ നടത്തുന്ന ഓരോ ചെറിയ നീക്കവും ഭീകരവാദികൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണ്. നമ്മുടെ തീരദേശ സേനയുടെയും BSFന്റെയും ഏകോപനം ഇപ്പോൾ അസാധ്യമാണ്. അവർ തമ്മിലുള്ള ആശയവിനിമയം ഇപ്പോൾ വളരെയധികം ശക്തമാണ്. പാകിസ്ഥാൻ എന്ത് ചെറിയ നീക്കം നടത്തിയാലും അത് ഉടൻ തന്നെ നമ്മുടെ കൺട്രോൾ റൂമിലെത്തും. നമ്മുടെ ജവാന്മാർക്ക് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. മികച്ച ഭക്ഷണവും ആയുധങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും നമ്മുടെ നാളെയുടെ സുരക്ഷ ഈ ബോട്ടുകളിൽ കൂടി ഇരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്നു.
സക്രീക്കിന്റെ ഭാവിയെക്കുറിച്ച് ഇനി ആശങ്കപ്പെടേണ്ടതില്ല. ആംബിബിഎസ് ബോട്ടുകൾ എത്തുന്നതോടെ ഇന്ത്യ ഈ മേഖലയിൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കും. ഭാരതം എന്നൊരു പുതിയ ഉയരത്തിലാണ്. ശത്രുക്കൾക്ക് അപ്രാപ്യമായ ഇടങ്ങളിൽ കൂടി ഇന്ത്യയുടെ കാവൽക്കാർ എത്തുമ്പോൾ ഭാരതം സുരക്ഷിതമാണെന്ന സന്ദേശമാണ് നമ്മൾ നൽകുന്നത്. രാജ്യസുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സർക്കാരിന്റെ നിലപാടും മഞ്ഞിലും മഴയിലും തണുപ്പിലും ചതുപ്പിലും കാവൽ നിൽക്കുന്ന നമ്മുടെ ജവാന്മാരുടെ വീര്യവും അവിസ്മരണീയമാണ്. സക്രീക്കിലെ ചതുപ്പുകളിൽ ഇനി പുതയുന്നത് ഭാരതത്തിന്റെ ശത്രുക്കൾ മാത്രമായിരിക്കും. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.